അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഹിബ്ബീങ്ങളെ, വളരെ വേദനാജനകമായ വാർത്തകളിലൂടെയാണ് നമ്മുടെ മണിക്കൂറുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രകൃതി ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട നിരവധി ആളുകളുടെ കരച്ചിലുകളാണ് വാർത്തകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലകളിൽ ഒരുപക്ഷെ എല്ലാവരും ഉണ്ടായിരുന്ന, ഒരുപക്ഷെ എല്ലാ സുഖസൗകര്യങ്ങളും ഉണ്ടായിരുന്ന, സ്വന്തമായി വീടും സ്വന്തമായി വാഹനവും ഒക്കെ ഉണ്ടായിരുന്നവർ ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ, അതുപോലെ ഉറ്റവരും ഉടയവരുമെല്ലാം നഷ്ടപ്പെട്ട് ഒരുപക്ഷെ മക്കളും ഭാര്യയും എല്ലാം നഷ്ടപ്പെട്ട് താൻ മാത്രം രക്ഷപ്പെട്ടതിൽ ദുഃഖം പേറി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ, മക്കളെ നഷ്ടപ്പെട്ട് വിലപിക്കുന്ന മാതാപിതാക്കളെ നഷ്ടപ്പെട്ട മക്കൾ, ഇങ്ങനെ കരളലിയിപ്പിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കും നാളെ ഒരുപക്ഷേ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ വന്നുകൂടാ എന്നില്ല. അല്ലാഹു ആ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലാഹു ക്ഷമ നൽകുമാറാകട്ടെ. അവർക്ക് പകരം കൊടുക്കാൻ നമുക്കുള്ളത് പ്രാർത്ഥനകൾ മാത്രമാണ്. അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സഹായിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുരന്തത്തിൽ മൺമറഞ്ഞു പോയവർക്ക് രക്തസാക്ഷികളുടെ പ്രതിഫലം നൽകുമാറാകട്ടെ. അവിടെ പള്ളിയിൽ ഖത്തീബായി ജോലി നോക്കിയിരുന്ന ശിഹാബ് ഫൈസി എന്ന ഉസ്താദ്, അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കേട്ടപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞുപോയി. വളരെ ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കമായി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ദീനീ ദഅവത്തിലായി പള്ളിയിൽ കഴിഞ്ഞുകൂടിയിരുന്ന ആ ഉസ്താദ് ഇശാ നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം കിടക്കുന്നതും പള്ളിയിൽ തന്നെയായിരുന്നു. ഇഅ്തികാഫിൻ്റെ നിയ്യത്തോടുകൂടി ആ പള്ളിയിൽ കിടന്ന ഉസ്താദ് ആ ദുരന്തത്തിൽ അകപ്പെട്ട് ആ പള്ളിയുടെ ഓരത്ത് തന്നെ, പള്ളിയുടെ ഉള്ളിൽ തന്നെ മരണപ്പെട്ടു പോയ ആ ഉസ്താദ് അവറുകളടക്കം എത്രയോ സഹോദരങ്ങളാണ് വയനാട്ടിലെ മഹാദുരന്തത്തിൽ മൺമറഞ്ഞു പോയത്. അല്ലാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നാം ചൊല്ലാൻ പോകുന്ന സ്വലാത്തുൽ ഫാത്തിമിയ്യ എന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ അറിയപ്പെടുന്ന സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി എന്ന ഹ്രസ്വമായ സ്വലാത്ത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചതായി ഹദീസുകളിൽ കാണാൻ കഴിയും. യാ റസൂലല്ലാഹ്, ആദ്യമായി അല്ലാഹു സൃഷ്ടിച്ചത് എന്തിനെയാണ്? മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, യാ ജാബിർ, അവ്വലുമാ ഖലഖല്ലാഹു നൂരി, അല്ലാഹു ആദ്യമായി സൃഷ്ടിച്ചത് എൻ്റെ നൂറിനെയാണ്, എൻ്റെ പ്രകാശത്തെയാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്ഥാനപ്പേരുകളിലൊന്ന് അന്നൂർ എന്നതാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതു കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമമായ നൂർ അഥവാ പ്രകാശം എന്ന ആ സ്ഥാനപ്പേര് ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ഒരാൾ ധാരാളമായി ചൊല്ലിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇരുളാർന്ന ഭാഗങ്ങളൊക്കെ
പ്രകാശം വിതരും, പ്രകാശം ഉണ്ടാകും എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വ അഹ്ലി, അല്ലാഹുവേ നൂറാകുന്ന പ്രകാശമാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും നീ ഗുണം ചെയ്യണേ അല്ലാഹ് എന്നതാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ മഹാനായ അബൂ ത്വാലിബുൽ മക്കി എന്ന മഹാനുഭാവൻ കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ദിവസം 300 സ്വലാത്ത് പതിവാക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ സ്വലാത്ത് ഇഖ്ലാസോടുകൂടി 300 തവണ ചെല്ലാം. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, അതോടൊപ്പം നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടി ഒക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, എല്ലാം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. സ്വലാത്തിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വ അഹ്ലിഹി, 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 അല്ലാഹുമ്മ സല്ലി അലൻ നൂരി വ അഹ്ലിഹി,
اللهم صل على النور وأهله 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 اللهم صل على النور وأهله
اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله
اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي. الحمد لله رب العالمين حمدا يوافي نعمه يكافي ومزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുർറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനെ, ഞങ്ങളുടെ ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിമിയ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ആ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു മാപ്പാക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണം റഹ്മാനെ. എല്ലാവിധ ആവശ്യങ്ങളും വീട്ടിത്തരണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. ഒരുപാട് സഹോദരങ്ങൾ ഈ മജ്ലിസിലേക്ക് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റഹ്മാനെ. അവരുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫാ നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ ഭയാനകമാണ്, വേദനാജനകമാണ് അല്ലാഹ്. വയനാട്ടിൽ നടന്ന ദുരന്തത്തിൽ ഒരുപാട് സഹോദരീ സഹോദരന്മാർ, പിഞ്ചുമക്കളടക്കം മരണപ്പെട്ടു പോയി റബ്ബേ. അത് കാണാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല അല്ലാഹ്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാഹ്. മക്കൾ നഷ്ടപ്പെട്ടവരുണ്ട് അല്ലാഹ്. എല്ലാവർക്കും നീ സമാധാനം നൽകണം റഹ്മാനേ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്ത് നൽകണം അല്ലാഹ്. അവരുടെ ഉഖ്റവിയായ ജീവിതം സന്തോഷത്തിലാക്കണം റഹ്മാനെ. ജീവിച്ചിരിക്കുന്നവർക്ക് നഷ്ടപ്പെട്ടതിനു പകരം കൊടുക്കണം റഹ്മാനെ. വീട് നഷ്ടപ്പെട്ടു പോയവരുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. അവർക്ക് നീ പകരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ്.
ആ അപകടത്തിൽപ്പെട്ട് രോഗത്തിലായി, പ്രയാസത്തിലായി, ബുദ്ധിമുട്ടിലായി ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവർക്ക് നീ ശിഫാ നൽകണം റഹ്മാനേ. അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണം റഹ്മാനേ. രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണവൈജാത്യങ്ങളുടെയും വ്യത്യാസമില്ലാതെ ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട മുഴുവൻ സഹോദരങ്ങൾക്കും നീ ഖൈറ് നൽകണം റഹ്മാനേ. ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. ഇനിയൊരു ദുരന്തവും നീ നൽകല്ല അല്ലാ. ഞങ്ങളുടെ നാടിനെ കാക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നീ ഖൈറ് നൽകണം റഹ്മാനേ. ഞങ്ങളെല്ലാവർക്കും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് നീ ഞങ്ങളുടെ ഖൽബുകളിൽ നിറക്കണം റഹ്മാനേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രശോഭിത പൂമുഖം കാണാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണം റഹ്മാനേ. ഹബീബിനെ കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.